ഇപ്പോഴത്തെ ജനറേഷൻ ഒരു തകരാറുള്ളവരല്ല. ഇപ്പോഴത്തെ ജനറേഷൻ അവരുടെ കാലഘട്ടത്തിൽ ജീവിക്കുകയാണ്. പിന്നെ ഉള്ളത് കുറച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, മയക്കുമരുന്ന്, ഇതൊക്കെ അതെല്ലാവർക്കും ഒന്നും ഇല്ലല്ലോ. അത് അന്നും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ ടി വി തുറന്നാൽ നമ്മൾ കൊലപാതകം അല്ലെങ്കിൽ മറ്റ് അക്രമങ്ങൾ അതൊന്നും പറഞ്ഞ് ഒരുപാട് ഒന്നും പറയുന്നില്ല. ഞാൻ പറയാം, ഇത് ഇന്ന് മാത്രമുള്ളതല്ല, അന്ന് എല്ലാ കാലത്തും ഉണ്ട്. ഇന്ന് ടി വികളുടെ ഒരു മത്സര ലോകം ആയതുകൊണ്ട് ഇന്ന് കുറേ പ്രൊജക്റ്റ് ഇത് വരുന്നു എന്നല്ല, ഇതൊക്കെ എല്ലാ കാലത്തും ഉള്ളതുണ്ട്. യാതാ നെയ്മാലും തോടാവും. ഹിന്ദിക്കായിരുന്നു എനിക്ക് ഏറ്റവും നല്ല. എനിക്കൊരു നാരായണ ടീച്ചർ ഹൈസ്കൂളിൽ നിന്ന് എനിക്ക് പ്രൈസൊക്കെ പ്രത്യേകം തരാറുണ്ട്. ഒരു കത്തി ഒരു എന്താ പറയുക, ആയുധം ഉപയോഗിക്കാതെ ഒരു മൂലക്ക് വെച്ചാൽ അത് തുരുമ്പ് പിടിച്ചു പോയാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ മരിക്കുമെന്നുള്ള ഉറപ്പല്ലേ. അപ്പം നമ്മളിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ നമുക്ക് വിശ്രമത്തിന് ആവശ്യം ശരിക്കില്ല. വിശ്രമം എന്ന് പറയുന്നത് നമുക്ക് അസുഖമായി കിടന്നു പോകും, അത് മറ്റൊന്ന്. അതുവരെ നമ്മൾ CS അച്യുതാനന്ദന് ഇപ്പം 100 വയസ്സ് കഴിഞ്ഞില്ലേ, 5 കൊല്ലം മുമ്പ് വരെ 10 കൊല്ലം മുമ്പ് വർഷം വരെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നില്ലേ, 90 കഴിഞ്ഞിട്ടല്ലേ. ഞാൻ എൻ്റെ ഭാര്യേനെയും കൂട്ടി യാത്ര ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒമാനിൽ പോയിട്ടുണ്ട്, അതിൻ്റെ വർഷം മുമ്പ് UAE പോയിട്ടുണ്ട്, പിന്നെ നോർത്ത് ഈസ്റ്റിൽ ഞങ്ങൾ പോയിട്ടുണ്ട്, പിന്നെ അന്തമാൻ ദ്വീപിൽ പോയിട്ടുണ്ട്. പിന്നെ എവിടേക്കാണോ ഇനി പോകാനുള്ളതാണ്, കുറച്ച് ഇനിയും ബാക്കിയുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ യാത്രയും ചെയ്തിട്ടുണ്ട്. മലേഷ്യയിലെ ട്രിപ്പുണ്ട്. മരിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് വരെ നമുക്ക് ആക്റ്റീവായി നിന്നിട്ട് യാത്രയോ അല്ലെങ്കിൽ സർവീസുകളോ ഇതൊക്കെ ചെയ്ത് ജീവിക്കുക. നാസർ മാഷിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എങ്ങനെയാണ് എന്ത് ഡെസിഗ്നേഷനാണ് കൊടുക്കേണ്ടതെന്ന് സത്യത്തിൽ അറിയില്ല. ഇപ്പോൾ നമ്മൾ നാസർ മാഷിൻ്റെ എൻ്റെ അറിവിലുള്ള ഒരു ഇതനുസരിച്ച് പി ജി പഠനം അക്കാഡമിക്കലി നോക്കുന്ന സമയത്ത് ഇസ്ലാമിക് സ്റ്റഡീസിലായിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ. അതിനുശേഷം ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവം ആളുകൾക്ക് കിട്ടുന്ന തരത്തിൽ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മേഖലയിൽ ട്രെയിനിങ് കിട്ടി. ഏകദേശം 35 വർഷത്തോളം, ചിലപ്പോൾ അതിനേക്കാൾ കൂടാം, 35 വർഷത്തോളം ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ കോഴിക്കോട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു നമ്മളിതിന് മുമ്പ് ഒരു ഔപചാരികമായിട്ടൊരു ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ 2018 സംസാരിക്കുന്ന സമയത്ത് ആ ഒരു ഒഫീഷ്യൽ അധ്യാപന ജീവിതം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആർട്ട് സെക്ടറിൽ നിന്ന് വിരമിച്ച് നിൽക്കുന്നൊരു സമയത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തും പല മേഖലകളിൽ ഇടപെടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബ്ലഡ് ഡോണേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ഒരുപാട് അംഗങ്ങളുള്ള ഈ കുറഞ്ഞ കാലത്തിനിടയ്ക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു ആശയത്തിൻ്റെ ഒരു പ്രയോക്താവ് എന്നുള്ള രീതിയിലും കൂടെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഹ്യൂമൻ ലൈബ്രറി എന്ന് പറയുന്നത് ചോദ്യം പറച്ചിൽ എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ചെറിയ ഒരു ജസ്റ്റ് ഒരു ഹിൻ്റ് ഇടുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നമ്മൾ പറയുമല്ലോ എല്ലാ സമയത്തും ഈ ഒരു ഉത്സാഹം, സ്ഥിരോത്സാഹം ഇങ്ങനെ നിലനിർത്താൻ പറ്റുന്നത് എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു അതുപോലെ എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും കാലത്തെ പഠനത്തിന് ശേഷം ജോലിക്ക് ശേഷം ഇങ്ങനെ വീണ്ടും ഇടപെടുന്നു? അപ്പം എന്താണ് അതിൻ്റെ ഒരു പരിപാടി? താങ്കൾ ചോദിച്ച പോലെ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ഞാൻ ഫാറൂഖ് കോളേജിൽ നിന്ന് PG കഴിഞ്ഞു. ഞാനൊരു കോളേജ് ലെക്ചറായിട്ട് പോകാനായിരുന്നു അന്ന് ആഗ്രഹിച്ചത്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കോളേജിൽ ലെക്ചറായിട്ട് കിട്ടണമെങ്കിൽ ഒരു വലിയ ഭാരമായിട്ട് തന്നെയായിരുന്നു. സംഖ്യേൻ്റെ കാര്യത്തിലായ തന്നെ. പക്ഷെ ഒരു പൈസ കൊടുത്തൊരു ജോലിയിലേക്ക് പോകുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു പാരലൽ കോളേജിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോടുള്ള AWH ഏജൻസി എന്നോട് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ട്രെയിനിങ് കഴിയാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. അങ്ങനെ ഓക്കെ പറഞ്ഞപ്പോൾ എന്നെ ബോംബെയിലേക്ക് പറഞ്ഞയച്ചു. ഞാൻ ബോംബെയിൽ നിന്ന് എൻ്റെ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ കോഴ്സ് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ റഹ്മാനിയ വികലാംഗ വിദ്യാലയത്തിൽ ജോലിയിൽ കയറി. ഒരു താങ്കൾ പറഞ്ഞ പോലെ 30 വർഷത്തോളം ഔദ്യോഗികമായിട്ടാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 38 വർഷമായി ജോലി ചെയ്തു. ഇപ്പോൾ താങ്കൾ ചോദിച്ച എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് നമുക്കൊക്കെ പൊതുവെ ചിലപ്പോൾ ഇല്ലാണ്ടായി പോകുന്നു. അത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയത്,
നമ്മളെ ഇവിടെ ദൈവം നിയോഗിച്ചിരിക്കുകയാണ്. നമ്മളെ ദൈവം അയച്ചിരിക്കുന്നു. നമ്മളെ വിദ്യാഭ്യാസം കഴിഞ്ഞു, പിന്നെ ഒരു ജോലിയായി, കുടുംബമായി, നമ്മളതോ ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളായിട്ടല്ല ആ മനുഷ്യൻ മാറേണ്ടത് എന്നുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. ചിലരൊക്കെ പറയും എന്തെങ്കിലും വലിയൊരു ഉദ്യോഗത്തിലോ അല്ലെങ്കിൽ എന്തോ സേവനങ്ങളോ ചെയ്യുന്ന ആളെ വിളിച്ചാൽ എനിക്ക് നേരമില്ല, തിരക്കിലായിപ്പോൾ, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ അന്നും ഇന്നും നമുക്ക് പല മേഖലയായിട്ട് ബന്ധപ്പെടേണ്ടി വരും പൊതുവെ ആൾക്കാർക്ക്. അപ്പോൾ നമ്മൾ ഒന്നിൽ മാത്രം ഒതുങ്ങി, ഞാനിപ്പോൾ അന്ന് ജോലി ചെയ്യുമ്പോൾ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിദ്യാലയത്തിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആ ഒരു ജോലി മാത്രമായിട്ട് നടന്നിട്ടില്ല. എന്നാരെങ്കിലും എന്തൊക്കെ ഇപ്പോൾ ഞാൻ ആഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് താമസമൊക്കെ ആക്കിയപ്പോൾ പലരും ഹോസ്പിറ്റൽ വിഷയത്തിനും അതിനൊക്കെ വിളിക്കും. അപ്പോൾ എനിക്ക് നേരെയില്ല എന്നുള്ളത് ഞാൻ ആരോടും പറയാറില്ല. എനിക്ക് പറയാനുള്ളതും അതാണ്, നമ്മൾ ഒരു കാര്യം എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറരുത്. നമുക്കുള്ള സമയത്തിൽ നമ്മൾ ചിലവഴിക്കണം. ഒന്നിലും പലതിലും കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. നമ്മളൊക്കെ ഏതായാലും ജനിച്ചു, നമ്മൾ ജോലി നേടി, ജീവിതം കുറേ നേടി, ഏതായാലും മരിക്കും. മരണം എന്നുള്ള ഒരു കാര്യം നിർബന്ധമാണ്, ഉറപ്പുള്ള കാര്യം. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും മരണമാണ് ഉറപ്പുള്ള കാര്യം. വേറെ ഒരു കാര്യവും ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ജോലി, ഞാൻ വിചാരിച്ച ജോലി എനിക്ക് കിട്ടണമെന്നില്ല, ഞാൻ വിചാരിച്ച ബന്ധങ്ങൾ, സ്നേഹിതന്മാരോ അല്ലെ കുടുംബമോ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ മരണം എന്ന് പറയുന്നത് ഉറപ്പാണ്, സുനിശ്ചിതമാണ്. അപ്പോൾ മരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ചെയ്യുക, പല മേഖലകളായിട്ടും ചെയ്യുക. ആ ഒരു രൂപത്തിലാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് ജോലി ഇപ്പോൾ റിട്ടയർ ആയ ശേഷമുള്ളത് തന്നെ പറയാം. റിട്ടയർ ആകുന്നത് വരെ എനിക്ക് എൻ്റെ സർവീസ്, ഞാൻ ചെയ്ത ജോലി എന്നുള്ളത് ഒരു ജോലി മാത്രമായിരുന്നില്ല, അതും ഒരു സർവീസ് പ്ലസ് ജോലിയായിരുന്നു. ശമ്പളം എനിക്ക് കിട്ടിയിരുന്നു, ശമ്പളത്തിന് വേണ്ടിയുള്ള ഒരു ജോലി ചെയ്യാൻ ഞാൻ ഈ വൈകല്യമുള്ള കുട്ടികളുടെ കൂടെ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കഴിഞ്ഞോളണമെന്നില്ല. നമ്മൾ ആ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, അവരുടെ രക്ഷിതാക്കളുടെ വിഷയങ്ങൾ പഠിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇടപെടേണ്ടതുണ്ട് ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ മാക്സിമം ചെയ്യാൻ പറ്റും പോലെ ഞാൻ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രയാസം അനുഭവിക്കുന്ന രക്ഷിതാക്കളെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. എൻ്റെ മുന്നിൽ കുട്ടികളെ കൊണ്ട് വരുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് വരും. കാരണം നമുക്കൊക്കെ അറിയാം, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ രക്ഷിതാവിനുള്ള പ്രതീക്ഷകൾ, കുട്ടിയെ പഠിപ്പിക്കണം, വലുതാക്കണം, വലിയ ഉദ്യോഗത്തിലെത്തിക്കണം, നമ്മളൊക്കെ അങ്ങനെയാണ്. പക്ഷേ വൈകല്യത്തോടു കൂടിയാണ് കുട്ടി ജനിച്ചതെന്ന് അറിയുമ്പോൾ രക്ഷിതാക്കൾ തളർന്നു പോകും. ആ തളർന്നു പോകുന്ന രക്ഷിതാക്കൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയതിന് ശേഷം നമ്മുടെ അടുത്തൊക്കെ എത്തിപ്പെടുമ്പോൾ നമ്മൾ അവരെ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരുടെ കുട്ടിയുടെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെയും, കുട്ടീനെ മാത്രമല്ല അവരെയും നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം തകർന്ന മനസ്സായിരിക്കും അത്. അങ്ങനെയുള്ള കുറേ കാര്യം ഞാൻ ഒരുപാടൊന്നും ചെയ്തതായിട്ട് ഞാൻ പറയുന്നില്ല, ചെയ്തിട്ടുണ്ട്. അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ജോലി സമയത്ത് തന്നെ. അപ്പോൾ പിന്നെ ഞാൻ ജോലിയിൽ നിന്ന് വിട്ടതിന് ശേഷവും എനിക്ക് ഈ സാധാരണ പറയും, റിട്ടയർ ആയി കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ വിശ്രമിക്കും, അല്ലെങ്കിൽ എന്തോ പിന്നെ കൃഷി ചെയ്യും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ അല്ലേ പൊതുവേ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിശ്രമത്തിന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു വിശ്രമിക്കാനുള്ളത് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മരിക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് വരെ പോലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടെങ്കിൽ മരിച്ചു പോകണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പലരോടും ക്ലാസ് എടുക്കുമ്പോഴും പല സംസാരത്തിലും ഞാൻ പറയാറുണ്ട്. നമ്മൾ അതിനു മുമ്പ് നടത്തിയ അഭിമുഖത്തിൽ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മരിക്കുകയാണെങ്കിൽ ആ ഒരു വർഷം അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ അന്നേ ദിവസം നമ്മൾ വളരെ ആക്റ്റീവായി നിന്നുകൊണ്ട്, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നവരോട്, നമ്മൾ ഇനാക്റ്റീവായിട്ട് കിടക്കുമ്പം നമുക്കൊക്കെ ഒരു ദൗത്യമില്ലേ, നമ്മളെ ദൈവം. ഏതായാലും വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ശ്വാസം ഉണ്ടെങ്കിൽ, നമുക്ക് എണീക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ. എത്രയോ ആൾക്കാർ ഉറക്കത്ത് മരിച്ചു പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ തളർന്നു പോകുന്നവരുണ്ട്. നമുക്കത് വരുമെന്ന് നമുക്കറിയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ നിമിഷവും നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ റിട്ടയർ ആയ ശേഷവും എനിക്ക് ഒരു ഒതുങ്ങിക്കൂടുന്നതിൽ അർത്ഥമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന രക്തദാന മേഖലയിലെ പ്രവർത്തനങ്ങൾ
കുറച്ചും കൂടി ഞാനൊന്ന് വിപുലപ്പെടുത്താൻ ആഗ്രഹിച്ചു. അപ്പോൾ അതിന് പറ്റിയ ഒരു പിന്നെ നല്ലൊരു ടീമിനെ എനിക്ക് കിട്ടി. പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു വരുന്നു. ഒരുപാട് പിന്നെ ഹോസ്പിറ്റലുകളായിട്ട് ബന്ധപ്പെട്ട് രക്തബാങ്കുകളിലേക്ക് രക്തത്തിൻ്റെ ഷോർട്ടേജ് വരുമ്പം അവരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് രോഗികളുടെ പ്രയാസങ്ങൾ അവർ ഓടുകയാണ്, എവിടുന്നുണ്ട് കിട്ടുന്നു. ഓപ്പറേഷന് വേണ്ടി ബ്ലഡ് വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി അവർക്ക് വേണം. അതൊന്നും ബ്ലഡ് ബാങ്ക് സ്റ്റോക്കില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന ഒരു പ്രയാസം നമ്മുടെ പ്രയാസമാണെങ്കിലോ എന്ന് നമ്മളടുത്ത് നമ്മളറിയും പാട്ടെ. എല്ലാവർക്കും വേണ്ടി നമുക്ക് ചെയ്യാനും പറ്റുന്നില്ല, എല്ലാ കേസും നമ്മളടുത്ത് എത്തുന്നില്ല. പക്ഷെ നമ്മളടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് ഏറ്റെടുക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചെറിയ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം ഹോപ്പ് ബ്ലഡ് ഡോണേഴ്സ് ഗ്രൂപ്പ്, അത് ആൾക്കാർ കൂടി വരുമ്പം ആദ്യം ഒരു ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ, വാട്സാപ്പ് ഗ്രൂപ്പാണ് ഉണ്ടാക്കിയത്. പിന്നെ അത് പല ജില്ലകളിൽ നിന്നും പല കേരളത്തിൽ നിന്നും മൊത്തമുള്ള ആൾക്കാർ എൻ്റെ ഗ്രൂപ്പിലുണ്ട്, ഹോപ്പിലുണ്ട്. അതിൽ പല മലപ്പുറത്തേക്ക് വേറെ ഗ്രൂപ്പ്, കണ്ണൂരേക്ക് വേറെ ഗ്രൂപ്പ്, വിദേശത്ത് ഇപ്പോൾ 5 സ്ഥലങ്ങളിൽ, UAE-ൽ, ഖത്തറിൽ, സൗദിയിൽ, പിന്നെ സൗദിയിൽ, കുവൈറ്റിൽ, ഇങ്ങനെ 4-5 ഗ്രൂപ്പ് GCC-കളിലും അവിടെ ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലും. ഇന്ത്യയിൽ ഇപ്പോൾ പിന്നെ ചെന്നൈയിലുണ്ട്, ഡൽഹിയിലുണ്ട്, പിന്നെ പഞ്ചാബിൽ ഉണ്ട്. അവിടെയൊക്കെ ഒരുപാട് ചെയ്യുന്നില്ല. നമ്മളിപ്പം മലമറിക്കുന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. അണ്ണാറക്കണ്ണനും തന്നാലായതെന്നൊക്കെ കേട്ടില്ല. അതുപോലെ നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന പലരും ചെയ്യുന്നു. മലമറിക്കുന്നില്ല എന്ന് അവകാശപ്പെടുന്നില്ല എന്ന് പറയുമ്പോഴും ഒരു ഏകദേശം ഇതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. നമ്മളിപ്പം മൊത്തത്തിൽ ഇതിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഇത്തരം സേവനങ്ങൾ എത്ര പേരിലേക്ക് എത്തുന്നു എന്നൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഏകദേശം കൗണ്ട് ചെയ്യാം. ഒരു മാസത്തിൽ പറയുകയാണെങ്കിൽ ഒരു 400-നോളം അടുത്ത് ആൾക്കാരെ നമ്മൾ ഹോപ്പ് ബ്ലഡ് ഡോണേഴ്സ് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ വിവിധ ഹോസ്പിറ്റലുകളിലേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ ഒരു വർഷം വരുമ്പോൾ അതൊരു 3000, കഴിഞ്ഞ വർഷത്തെ കണക്ക് നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ട് 3800 സംതിങ് നമ്മൾ ഹോപ്പ് മുഖേന ബ്ലഡിന് മാത്രം അയച്ചിട്ടുണ്ട്. പിന്നെ ബ്ലഡ് കൂടാതെ ബ്ലഡിലെ കമ്പണൻസ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് SDP എന്ന് പറയും, സിംഗിൾ ഡോണർ പ്ലേറ്റ്ലെറ്റ്, അതിന് ആളെ അയച്ചിട്ടുണ്ട്. WBC ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽ, അതിനെ അയച്ചിട്ടുണ്ട്. അതുപോലെ അതൊക്കെ അതിൽ വരുന്നുണ്ട് വേറെ. നമ്മൾ ഈ ഹോപ്പ് ബ്ലഡ് ഡോണേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആസ്പെക്റ്റ് ഇങ്ങനെ മാറ്റി വെച്ച് കുറച്ചുകൂടെ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ, ഇപ്പോൾ മാഷിൻ്റെ ഉപ്പ, അപ്പം കീമിയ സാദ എന്ന് പറയുന്ന ഇമാം ഗസാലിയുടെ വളരെ ഉദാത്തമായ ഒരു ഗ്രന്ഥം ട്രാൻസ്ലേറ്റ് ചെയ്തൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇത്ര കാലത്തൊരു ജീവിതത്തിനിടക്ക് നമ്മുടെ ജീവിതത്തിൽ പല ട്രാൻസിഷൻസ് ഉണ്ടാവും. അപ്പം ഞാൻ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണ്. അപ്പം ആ ഒരു ഉപ്പ ഇതേപോലെ തന്നെ ഒരുപക്ഷെ വിശ്രമമില്ലാതെ ജീവിച്ച ഒരാളായിരിക്കും, എഴുത്തും വായനകളും വേറെ പരിപാടികളൊക്കെ ആയിട്ട് ജീവിച്ച ഒരാളായിരിക്കും. അപ്പം എങ്ങനെയാണ് ഏതൊക്കെ അർത്ഥത്തിലൊരു കണക്ഷൻ ആയിരിക്കും തോന്നുന്നുണ്ടാവുക ഉപ്പയായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇപ്പം ഈ ഒരു പീരീഡ്, ഈ ഒരു ഏജിൽ നിൽക്കുമ്പോൾ? പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ മാർഗദർശകനും എൻ്റെ റോൾ മോഡലും എൻ്റെ പിതാവ് തന്നെയാണ്. കാരണം ഉപ്പ, ഞാൻ മുമ്പത്തെ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ട്, ഉപ്പൻ്റെ ഒരു സ്വഭാവം, ഞാൻ ചിലപ്പോൾ രാവിലെ സ്കൂൾ പഠിക്കുന്ന പീരീഡ്, ഞാനും 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോൾ സ്കൂളിലേക്ക് പോകും, പിന്നെ രാവിലെ ഒരു സ്ലിപ്പ് ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തിട്ടാണ് പോവുക. അതിൽ എഴുതിയിട്ടുണ്ടാവും ഇപ്പോൾ ടേബിൾ എന്നുള്ള വാക്കാണെങ്കിൽ അത് അതിൻ്റെ മേശ എന്നെഴുതും, അതിൻ്റെ ഇംഗ്ലീഷും അതിൻ്റെ അറബിയും അതിൻ്റെ പിന്നെ ഹിന്ദിയും എഴുതിയിട്ട് ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഇത് നാസറിന് കൊടുത്തിട്ട് വൈകുന്നേരത്തേക്കും എനിക്ക് പറഞ്ഞു തരാൻ പറയണമെന്ന് ഓരോ ദിവസവും ഓരോ വാക്ക് എഴുതിയിട്ട് അതൊരു വിഷയം മാത്രമാണ്. അങ്ങനെ എല്ലാ വിഷയങ്ങളിലും ശ്രദ്ധിച്ചിരുന്നു. വാപ്പ പിന്നെ ഇപ്പോൾ ബാപ്പൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വാപ്പ സ്കൂൾ അധ്യാപകൻ മാത്രമായിരുന്നില്ല, മദ്രസയിൽ വാപ്പ പഠിപ്പിച്ചിരുന്നു, പള്ളി ഖത്തീബായിട്ട് ഇപ്പം ഉണ്ടായിരുന്നു, അതേ ഒപ്പം തന്നെ ഇപ്പം വാച്ച് റിപ്പയർ ഉണ്ടായിരുന്നു, ഹർജികൾ എഴുതി കൊടുക്കുന്ന ജോലി ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് വാപ്പക്കുള്ളത് എന്ന് എനിക്കറിയാം. അത്രക്കും ഞാൻ എപ്പോഴും ആക്റ്റീവായിരുന്നു. കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പറയണത് VSA തങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ പിതാവ് VSA തങ്ങൾ ആയഞ്ചേരി ഇപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ എഴുതി, ഒരു 10-16ഓളം ഗ്രന്ഥങ്ങൾ വിവർത്തനം എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പ്രസിദ്ധീകരണശാലകൾ, ഒരു ഉറുദുവിലൊക്കെ നല്ല പണ്ഡിതനായിരുന്നു. അപ്പോൾ വാപ്പ അതേ അവസരത്തിൽ എൻ്റെ വാപ്പയാണ്ട് പറയില്ല, വാപ്പക്ക് ഒരു വലിയ പ്രശസ്തിയിലേക്ക് പോകും. ഉപ്പാൻ്റെ കൂടെ പഠിച്ച ആള് ഒരു പ്രസ്ഥാനത്തിൻ്റെ വലിയ അമീറൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ വാപ്പയും ക്ലാസ്മേറ്റ് ആയിരുന്നു. പിന്നെ
വാപ്പനെ കാണാനൊക്കെ അദ്ദേഹം വീട്ടിൽ വരികയും ഇതെന്നെ പറയാ TK അബ്ദുള്ള മൗലവി എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറായിരുന്ന അദ്ദേഹം ഇപ്പം മരിച്ചുപോയി, പഠിച്ച സ്വർഗം കൊടുക്കട്ടെ. പിന്നെ അദ്ദേഹവും ബാപ്പയും ഒന്നിച്ച് ആലിയ കാസർഗോഡ് പഠിക്കുമ്പോൾ ഉപ്പക്കായിരുന്നു മാർക്ക് കൂടുതലും. അങ്ങനെ അല്ല, ഉപ്പ ഒരുപാട് കാര്യങ്ങളിൽ അവർ ചർച്ച നടത്തുകയും ഇപ്പോൾ അദ്ദേഹം മരിക്കുന്നതിൻ്റെ ബാപ്പ 2017 മരിച്ചത്. അതിന് മുമ്പേ ഒരു 2 വർഷം മുമ്പ് അദ്ദേഹം വീട്ടിൽ വരികയും പഴയ ഓർമ്മകളൊക്കെ അയാൾക്ക് പുസ്തകം എന്തോ ഓർമ്മത്തണ്ടലുകളോ അങ്ങനെ എന്തോ എഴുതാൻ വേണ്ടി പല കാര്യങ്ങളും ചോദിക്കാൻ ഉപ്പാൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഉപ്പക്ക് ബാക്കിയുള്ള പ്രശസ്തര ഞാൻ വിമർശിക്കുന്നതല്ല, ഉപ്പാക്ക് അത് ഇഷ്ടമില്ലായിരുന്നു. ഉപ്പ നാട്ടിൽ ഒതുങ്ങി കൂടിയിട്ട് പിന്നെ ഒരു ബനിയൻ ഇപ്പോൾ സ്കൂളിൽ നിന്ന് റിട്ടയർ ശേഷം ബനിയനൊക്കെ ഇട്ടിട്ട് ഷോപ്പുണ്ട്, കടയിലേക്ക് പോകും. കടയിൽ സ്വന്തമാണ് പോവുക. അത് വാച്ച് റിപ്പയർ ഷോപ്പ്, വാച്ച് റിപ്പയറിൻ്റെ കട ഉണ്ടായിരുന്നു. ഹർജി എഴുതി കൊടുക്കാനും അവിടെ നിന്നാണ് ഉപ്പ എഴുതുകയൊക്കെ ചെയ്യുക, പുസ്തകങ്ങളൊക്കെ എഴുതുക. പുസ്തകം ഉപ്പ വേറൊരു പ്രത്യേകത, ഉപ്പ വലത് കൈ കൊണ്ട് ഇടത് കൈ കൊണ്ട് എഴുതും, ചിലപ്പോൾ ഒരേ സമയം എഴുതും അങ്ങനെ. അപ്പോൾ പലർക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു വാപ്പ. അപ്പോൾ അങ്ങനെ പിന്നെ ഉപ്പനെ കാണാൻ ഒരു പ്രാവശ്യം ഉപ്പനെ പറ്റി ഉപ്പൻ്റെ ലേഖനങ്ങൾ പല ആനുകാലികളും വരും. കാസർഗോഡ് നിന്നോ മറ്റോ ഒരാൾ നാട്ടിൽ വന്ന കഥ ഉപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും. ടൗണിൽ അഞ്ചേരി ടൗണിൽ വന്നിട്ട് VS തങ്ങൾ ആരാ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അയാളെ പീടിയ അവിടെ ഉണ്ടെന്ന് ആരോ കാണിച്ചു കൊടുത്തപ്പോൾ കുറച്ച് നടന്ന് അങ്ങോട്ട് പോയി ചോദിക്കുന്നു, പിന്നെ തങ്ങളെ വീട് ഏതാ, എന്താ നിങ്ങളെവിടെ നിന്ന്? അപ്പോൾ നോക്കുമ്പോൾ ഉപ്പരോടല്ല ചോദിക്കുന്നത്. അപ്പോൾ ഉപ്പരെ കണ്ടാൽ അയാൾ പ്രതീക്ഷിക്കുന്ന ഒരു ഉപ്പല്ല ആയിരിക്കുന്നു. ഉപ്പാര് തങ്ങളുമല്ല, ഷർട്ട് പോലും ഇടാതെ അവിടെ ഷർട്ടൊക്കെ അയച്ചു വെക്കും കടയിലുള്ളപ്പോൾ. അവിടെ ഇങ്ങനെ മുറുക്കും അല്ലെ ബീഡി വലിക്കും എല്ലാം ഉണ്ട് ഉപ്പാക്ക്. മുറുക്കുകയും ബീഡി വലിക്കുകയും ചെയ്യും. അപ്പം മരണം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു. അപ്പോൾ വീട്ടിലേക്കാണെങ്കിൽ ഉപ്പ തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തോളത്ത് വെച്ച് തരും. അപ്പം ഞാൻ കൂടെ ഉണ്ടെങ്കിൽ പോലും, ഞാനോ വേറെ മക്കൾ ആരുണ്ടെങ്കിലും ഉപ്പ ഞങ്ങളെ കൊണ്ടല്ല എടുപ്പിക്കും, ഉപ്പാക്ക് തന്നെ എടുക്കണം. എന്തെങ്കിലും മീൻ വാങ്ങിയാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിയാലൊക്കെ ഉപ്പ തന്നെ കൊണ്ടുവരും. ആ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ മരിക്കുന്നതിന് ഒരു 5-6 മാസം മുമ്പ് വരെയൊക്കെ ഉപ്പ ആക്റ്റീവ് തന്നെയായിരുന്നു. പിന്നെ കുറച്ച് കാലം അസുഖമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരാൾ പിടിച്ചു കൊടുക്കുന്നതോ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പം എൻ്റെ പീടിയിലേക്ക് പോയി ഒരു മഴക്കാലത്താണ്, ഞാനും കൂടെ ഉണ്ട്, കൈപിടിച്ച് തരാൻ പറഞ്ഞു, ഞാൻ തന്നെ കയറിക്കൊള്ളുന്നു. അങ്ങനെ അതുപോലെ ഇഷ്ടമില്ല. വയ്യായികല്ല, പ്രായമല്ല, ഏതായാലും റിട്ടയർ ആയിട്ടും. പിന്നെ എത്ര ഉപ്പ 88-90 അടുത്താണ് മരിക്കുന്നത്, പ്രായമുണ്ട്. പക്ഷെ എന്നാലും ഉപ്പ കടയിൽ പോവും. മരിക്കുന്നൊരു 5-6 മാസം മുമ്പ് വരെ പോയി എന്ന് എൻ്റെ ഓർമ്മ. ഒരു കൊല്ലം മുമ്പ് വരെ എന്തായാലും പോയിട്ടുണ്ട്. അപ്പോഴും ഒരാൾ പിടിച്ചു കൊടുക്കുന്നത് ഇഷ്ടമില്ല, സ്വന്തം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് വാപ്പ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വാപ്പ തന്നെ എൻ്റെ റോൾ മോഡൽ, വേറൊന്നുമല്ല. വാപ്പൻ്റെ മരണം കൊല്ലിനഫ്സിൻ സായിക്കത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. അതുപോലെ നമ്മൾ അംഗീകരിച്ചു എന്നല്ലാതെ പ്രയാസം തന്നെയാണ്. മാഷിനെ സംബന്ധിച്ചിടത്തോളം മാഷ് കുറച്ചുകൂടെ അസേർട്ടീവ് ആയിട്ടുള്ളൊരു ആളാണ്. അസേർട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ, ഓക്കെ. അപ്പം ഒരുപക്ഷെ ഇപ്പോൾ കേൾക്കുന്ന ആൾ, ഞാൻ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ചോദിക്കാം. അപ്പം കേൾക്കുന്ന ആൾ ഇപ്പോൾ ചിലപ്പം അയാൾക്കത് ദേഷ്യമായിട്ട് തോന്നാം, ദേഷ്യപ്പെട്ടതായിട്ട് തോന്നാം. പിന്നെ ഇനിയിപ്പോൾ ദേഷ്യപ്പെടേണ്ട സാഹചര്യങ്ങളിൽ ദേഷ്യപ്പെടും, ഓക്കെ. ഇനി സ്നേഹം കാണിക്കേണ്ട സമയത്ത് സ്നേഹം കാണിക്കും. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഇങ്ങനെ ഇത്തരം ഇപ്പോൾ ബ്ലഡ് ഡോണേഴ്സ് ഗ്രൂപ്പ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മുമ്പാണെങ്കിൽ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഈ സെക്ടറാണ്. ഇതൊക്കെ ഒരുപാട് ആളുകളുമായിട്ട് പല രീതിയിൽ ഇടപെടേണ്ടി വരുന്ന, നമ്മളീ പറയുന്ന അപ്പം സാധാരണ ആൾക്കാർക്ക് പോലും ഒരുപക്ഷെ ദേഷ്യം വരാൻ സാധ്യതയുള്ള ഘട്ടങ്ങളാണ്. അപ്പം ഇതിൽ ഇങ്ങനത്തെ ഒരു ഇത്തരം സന്ദർഭങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴേ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾക്ക് ദേഷ്യം വരുമോ? വളരെ നന്നായിട്ടാ ചോദ്യം. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ചൂടൻ സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക് ഏത് കാലത്ത് തുടക്കത്തിൽ. പക്ഷേ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ആ കോഴ്സ് കഴിഞ്ഞ് കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി, വൈകല്യമുള്ള കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. വൈകല്യം പ്രത്യേകിച്ച് ബുദ്ധിമാന്യം, വൈകല്യത്തിൽ കേൾവിക്കുറവോ കാഴ്ചക്കുറവോ മറ്റോ ഇപ്പോൾ ബുദ്ധിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് IQ നോർമലാണ്. മറ്റേ ബുദ്ധിമാന്യമുള്ള കുട്ടികളെ കൂടെ ജോലി ചെയ്തില്ല. അപ്പോൾ അവരോട് ഇടപഴകണമെങ്കിൽ നമ്മുടെ പല സ്വഭാവങ്ങളും നമ്മൾ മാറ്റി വെക്കണം. നമ്മളിൽ തന്നെ മാറ്റം വരും. കാരണം നമ്മൾ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കുട്ടി, ഞാൻ രക്ഷിതാവായിട്ട് വന്നപ്പോൾ, രക്ഷിതാവ് കുട്ടിയായിട്ട് വന്നപ്പോൾ കാര്യങ്ങൾ സംസാരിച്ചിട്ടാണല്ലോ കുട്ടീനെ എന്ത് ചെയ്യണം, ഏത് അഡ്മിഷൻ കൊടുക്കണം. തുപ്പുന്ന സ്വഭാവമുള്ള കുട്ടി എൻ്റെ മേൽ തുപ്പിയിട്ടുണ്ട്. തുപ്പിയപ്പോൾ സാധാരണഗതിയിൽ ഒരു കുട്ടി തുപ്പിയാൽ നമ്മളുടെ അയ്യാ പിടിച്ചാൽ അടിക്കുക അല്ലെങ്കിൽ ശിക്ഷിക്കൂല. ഈ കുട്ടീനോട് അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം എന്തിനാണ്
ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടീനെ പുറത്താക്കിയാൽ സാധാരണ സ്കൂൾ നടക്കുമല്ലോ എന്തോ കുരുത്തക്കെട്ട് കളിച്ചാൽ, പക്ഷേ ഈ കുട്ടികളെ പുറത്താക്കിയാൽ ആ പുറത്താക്കി എന്തിനാണെന്ന് പോലും അറിയാത്ത ഒരാളോട് നമ്മളത് അങ്ങനെ ആ ശിക്ഷ കാര്യമില്ലല്ലോ. ഈ കുട്ടികളെ ശിക്ഷയല്ല വേണ്ടത്, അവരുടെ സ്വഭാവ രൂപീകരണമാണ്. സ്വഭാവം നന്നാക്കിയെടുക്കുക, മാറ്റങ്ങൾ വരുത്തുക. കാരണം അവർക്ക് അറിയാനിട്ടാണ് ഹൗ ടു ബിഹേവ് എന്നുള്ളത് ഇൻ എ സിറ്റുവേഷൻ എന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പോൾ അവരെ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ. അത് നന്നാക്കി എടുക്കുക. അതുകൊണ്ട് തന്നെ ആ ഫീൽഡിൽ വർക്ക് ചെയ്ത ഞാനടക്കം ഇതിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വരും. അങ്ങനെ തന്നെ ഞാൻ ഒരുപാട് മാറി വന്നിട്ടുണ്ട്. ഇപ്പോഴും ചെറിയ വിഷയങ്ങളൊക്കെ ദേഷ്യം വരും. ദേഷ്യം എല്ലാവർക്കും വരുന്നില്ല, അതെല്ലാവരുടെ വികാരമാണ്. പക്ഷേ നമുക്ക് ദേഷ്യം അടക്കാൻ കഴിയുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സത്യമാണെന്ന് എനിക്ക് തോന്നുന്ന കാര്യം ആരും മുന്നിലും വെട്ടിത്തുറന്ന് ഞാൻ പറയാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കുന്ന വിഷയമാണിത്. ഒരാളുടെ ഇപ്പോൾ താങ്കളുടെ എൻ്റെ എന്തെങ്കിലും ദുസ്വഭാവം ഞാൻ കണ്ടാൽ ഞാൻ പറഞ്ഞാൽ താങ്കൾക്കത് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടവും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പലതും മൂടിയൊക്കെ ഉണ്ടാക്കും. അതിലെനിക്ക് പക്ഷേ ഒരു നിലയ്ക്ക് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളത് സ്നേഹമാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഞാൻ പ്രകടിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഒപ്പം ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം ഒരുപക്ഷെ ഇടം മാഗസിൻ്റെ പ്രേക്ഷകരിൽ കൂടുതലും ഇപ്പോഴത്തെ കുറച്ചുകൂടെ പുതിയ ജനറേഷനിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഹ്യൂമൻ ലൈബ്രറി കണ്ടുകൊണ്ടിരിക്കുന്നതും ഇത്തരം ആളുകളായിരിക്കും. അപ്പോൾ പൊതുവെ കുറച്ച് പ്രായം ചെന്ന ആളുകൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മളെക്കാൾ മുതിർന്ന ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ കുട്ടികൾ വേറൊരു വൈബാണ്, അല്ലെങ്കിൽ അവർ കാര്യമായിട്ട് വേറെ പരിപാടികളൊന്നും ചെയ്യുന്നില്ല, അതുപോലെ അവരുടെ ലോകത്ത് എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. അതേ സമയത്ത് തന്നെ ഇപ്പോൾ നാസർ മാഷിൻ്റെ ഈ ഹോപ്പ് ബ്ലഡ് ഡോണേഴ്സ് ഗ്രൂപ്പിനടക്കം ക്യാമ്പസ് വിങ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷനെ കുറിച്ച് അങ്ങനത്തെ ഒരു തോട്ട് മാഷിനുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ? ഇല്ല, ആരും മോശക്കാരായിട്ട് ജനിക്കുന്നവരോ ജീവിക്കുന്നവരോ അല്ല. ഓരോ സാഹചര്യങ്ങളാണ് ഓരോ രൂപത്തിൽ ആളെ മാറ്റിയെടുക്കും. ഇപ്പം ഞാൻ ചെറുപ്പത്തിൽ ജീവിച്ച ആ വളർന്ന കാലഘട്ടമല്ല ഇപ്പോൾ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ PG കഴിഞ്ഞ് ജോലി കയറി എനിക്കൊന്ന് 2010 വരെ ഞാൻ ഇപ്പോഴുള്ള ടച്ച് ഫോണൊന്നും ഉപയോഗിക്കാൻ എനിക്കറിയില്ലായിരുന്നു. എൻ്റെ മകൻ ഖത്തറിൽ പോയപ്പോൾ 2012 ആദ്യമായിട്ട് എനിക്കൊരു ടച്ച് ഫോണൊക്കെ കൊടുത്തേക്ക്. അതുവരെ ഞാൻ സാധാരണ ലോക്കൽ ഫോൺ, അന്ന് അൽക്കാട്ടൽ എന്നോ മറ്റോ പറയുന്നൊരു ഫോണുണ്ട്, അത് തന്നെ ഉപയോഗിക്കാൻ അങ്ങനെ അതിലൊന്നും എനിക്ക് കഴിയില്ലായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ഇൻ്റർനെറ്റ് ഫോണല്ല ഇൻ്റർനെറ്റ് അതിലപ്പുറം. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. അതായത് ഇപ്പം ഈ പറഞ്ഞ് അതിലേക്ക് പോയതുകൊണ്ട് ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ ഈ ടെക്നോളജി പറയുന്ന സമയത്തേ ഇപ്പോൾ എന്തായാലും സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ആയ ആളാണ് മാഷ്. അപ്പം എന്തായാലും ഇപ്പോൾ ഒരു 62 ആവാൻ പോകുന്നു. അപ്പം സാധാരണ ഈ ഇതിൽ നമ്മൾ പറയുന്ന ഒരു ടേം ടെക്നോളജി ഇമിഗ്രൻസും ടെക്നോളജി നേറ്റീവ്സും ഉണ്ട്. അപ്പോൾ ടെക്നോളജി ഉള്ള കാലത്ത് ജനിച്ചവരും അത് ഉണ്ടാവുന്നതിന് മുമ്പ് ജനിച്ച് അതിലേക്ക് വന്ന ആളുകൾ. അപ്പൊ ടെക്നിക്കലി പറയുന്ന സമയത്ത് ഇപ്പോൾ ഒരു ടെക്നോളജി ഇമിഗ്രന്റ് ആണ് ഇപ്പൊ മാഷൊക്കെ. ഇപ്പൊ മാഷിന്റെ യുവത്വ കാലത്തൊന്നും ഈ പറഞ്ഞ ടെക്നോളജി ഇല്ല. പക്ഷേ ഇപ്പൊ നിങ്ങളുടെ ഹോപ്പിന്റെ പരിപാടികളാണെങ്കിലും ഒക്കെ നടത്തുമ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ അതിലേക്ക് ആയിട്ടുണ്ടോന്നായിരിക്കും ചോദിച്ചു. ഏറ്റവും പുതിയ അപ്ഡേഷൻസ് പോലും എനിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതാ ഞാൻ പറഞ്ഞു 2012 വരെ എനിക്ക് ടച്ച് ഫോണും ഇഷ്ടമില്ല, ലാപ്പിലാണെങ്കിലും മൗസ് എനിക്ക് പറ്റില്ല, ഇങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അതൊന്നും ഇല്ലാതെ പറ്റില്ല. എനിക്കിപ്പോൾ അത് നിർബന്ധമായിരിക്കുന്നു. എനിക്ക് എല്ലാവരും പറയാം വാട്സാപ്പിൽ തന്നെ എനിക്ക് 412 ഗ്രൂപ്പുകളുണ്ട്. എനിക്ക് വാട്സാപ്പിൽ ബ്ലഡിൻ്റെത് മാത്രം 68 ഗ്രൂപ്പ് എനിക്കുണ്ട്, ബ്ലഡ് മാത്രം. പിന്നെ സോഷ്യൽ ഫ്രണ്ട്സിൻ്റെതായാലും മറ്റ് മേഖലകളുടേതായാലും എല്ലാ ഗ്രൂപ്പിലും ഏകദേശം എന്നെ ആഡ് ചെയ്യുന്ന. എനിക്ക് വേറൊന്ന് പറയുന്നത്, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും കേട്ടോ, ഞാൻ അങ്ങനെ പറയുന്നല്ല. ഇപ്പോഴും പ്രീ ഡിഗ്രി ഗ്രൂപ്പ് ഒന്നിച്ചു, SLCക്കോ പ്രീ ഡിഗ്രിക്കോ ഒന്നിച്ചു പഠിച്ചവരുടെ ഗ്രൂപ്പ് ഇപ്പോൾ ഈ വരുന്ന 16-ാം തീയതി ഒരു ഔട്ടിംഗ് ഉണ്ട്, BEd പഠിച്ചവരുടെ ഒരു ഔട്ടിംഗും ഉണ്ട്. അതുപോലെ അതിലൊക്കെ ഞാനും എൻ്റെ ഭാര്യക്കും ഇതിലും വലിയ ഇഷ്ടമാണ് അതിലൊക്കെ പങ്കെടുക്കാൻ. അങ്ങനെയൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ പുതിയ കാഴ്ചപ്പാട് അനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്തത്. എന്ന് പറഞ്ഞാൽ പഴയതൊന്നും മറന്നിട്ടല്ല. അപ്പോൾ താങ്കൾ നേരത്തെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷനോട് എന്താ അങ്ങനെ ഇപ്പോഴത്തെ ജനറേഷൻ ഒരു തകരാറുള്ളവരല്ല. ഇപ്പോഴത്തെ ജനറേഷൻ അവരുടെ കാലഘട്ടത്തിൽ ജീവിക്കുകയാണ്. പിന്നെ ഉള്ളത് കുറച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, മയക്കുമരുന്ന്, ഇതൊക്കെ അത് എല്ലാവർക്കും ഒന്നും ഇല്ലല്ലോ. അത് അന്നും ഉണ്ടായിരുന്നു.
ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ ടി വി തുറന്നാൽ നമ്മൾ കൊലപാതകം അല്ലെങ്കിൽ മറ്റ് അക്രമങ്ങൾ അതൊന്നും പറഞ്ഞ് ഒരുപാട് ഒന്നും പറയുന്നില്ല. ഞാൻ പറയാം ഇത് ഇന്ന് മാത്രമുള്ളതല്ല, അന്ന് എല്ലാ കാലത്തും ഉണ്ട്. ഇന്ന് ടി വികളുടെ ഒരു മത്സര ലോകം ആയതുകൊണ്ട് ഇന്ന് കുറേ പ്രൊജക്റ്റ് ഇത് വരുന്നു എന്നല്ലാതെ ഇതൊക്കെ എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ്. കുറേ റിപ്പോർട്ടിൽ വരുന്നു. അതുകൊണ്ട് തന്നെ താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നത്, ഇപ്പോഴുള്ള കുട്ടികൾ, എനിക്ക് ബ്ലഡ് ഡൊണേഷനിൽ എനിക്ക് തോന്നുന്ന ഒരു ഇപ്പോൾ 50-55 വയസ്സ് വരെയാണല്ലോ കൊടുക്കാം. ഞങ്ങൾക്കൊരു ഒരു ഒരു 75% ആൾക്കാരും യുവാക്കൾ തന്നെയാണ്. ഞങ്ങൾ 6000-ഓളം മെമ്പർമാരുണ്ട് ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പിൽ. അതിൽ 75-80% വരെ അവർ തന്നെയാണ്. അപ്പം അവർക്ക് എല്ലാ കാലത്തും ആ കാലത്തിൻ്റെതായിട്ടുള്ള ദുശീലങ്ങളുണ്ട്. അത് ഇന്നല്ല അന്നല്ല നമുക്ക് അറിഞ്ഞൂടെ. ആദം നബിയുടെ കാലത്ത് വരെ കൊലപാതകങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല. അത് ഏത് കാലത്തും ഉണ്ടാവുകയും ചെയ്യും. അതൊന്നും അവർ പെരുപ്പിച്ച് കാണിക്കേണ്ടതല്ല. ഇപ്പം 400-ലധികം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അപ്പം നമ്മൾ സാധാരണ ഈ പ്രായത്തിലുള്ള ആളുകളൊക്കെ ഇപ്പം കുറേ പ്രായമായി എന്നല്ല ഞാൻ പറയുന്നത്, പ്രായമായി അംഗീകരിക്കാത്ത ആളാണ്. അപ്പോൾ ഈ ഇങ്ങനെ നമ്മൾ കൂടുതൽ സമയം ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ കോർഡിനേഷനൊക്കെ വേണ്ടിയിട്ട് ഫോണിൽ ചെലവഴിക്കേണ്ടി വരും. അപ്പം ഇല്ലാന്നല്ല, പലപ്പോഴും തെറ്റിയിട്ടില്ല, എന്നാൽ പോലും ഇഷ്ടമില്ലാന്ന് എനിക്ക്. കാരണം അവർക്ക് കൂടി ചെലവഴിക്കേണ്ട സമയങ്ങൾ എനിക്ക് കുറഞ്ഞു പോകേണ്ടോ സംശയമുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചെയ്യേണ്ട, ഞാൻ എൻ്റെ വൈഫിനോട് നിങ്ങൾ ഇതിൽ തന്നെ ആയിപ്പോയി ഇപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്, എന്തിനാ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് കളിക്കുന്ന. കുറച്ച് ഞാൻ പറഞ്ഞ് റെസ്റ്റൊക്കെ എടുക്കാം, ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു നിയോഗമാണ്. പിന്നെ എനിക്ക് അതിനുള്ളൊരു ഗ്യാങ്ങും ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ നല്ലൊരു വിങ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അല്ലാതെ പിന്നെ നമ്മൾ ഏറ്റെടുത്താൽ അത് ഭംഗിയായി ചെയ്യുക. അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ ഒരു വിഷയം ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ വൈഫിനോട് ഇപ്പം തന്നെ ഹരിയാനയിൽ NIT കുരുക്ഷേത്ര NIT ക്യാമ്പസിലാണ് ഉള്ളത്. ഇവിടെ ഡൽഹിയിൽ എൻ്റെ മകൻ PhDക്ക് ജാമ്യയിൽ പഠിക്കുന്നു. അവൻ്റെ അടുത്ത് വന്നപ്പോൾ അവൻ്റെ ഫ്രണ്ട് ഇവിടെ അഷ്ഫാഖ് ജാഫറും ഭാര്യയും ഇവിടെ PhDക്ക് NIT പഠിക്കുന്നു. അവരടുത്ത് വന്നതാണ് ഈ തണുപ്പത്ത്, 2 ഡിഗ്രി 3 ഡിഗ്രിയൊക്കെ തണുപ്പത്ത്. അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ ഭാര്യനെയും കൂട്ടി യാത്ര പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒമാനിൽ പോയിട്ടുണ്ട്, അതിൻ്റെ വർഷം മുമ്പ് UAE പോയിട്ടുണ്ട്, പിന്നെ നോർത്ത് ഈസ്റ്റിൽ ഞങ്ങൾ പോയിട്ടുണ്ട്, പിന്നെ അന്തമാൻ ദ്വീപിൽ പോയിട്ടുണ്ട്. പിന്നെ എവിടേക്കാണോ ഇനി പോകാനുള്ളതാണ്, കുറച്ച് ഇനിയും ബാക്കിയുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ യാത്രയും ചെയ്തിട്ടുണ്ട്. മലേഷ്യ ട്രിപ്പുണ്ട്. അങ്ങനെ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞാൽ മരിക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് വരെ നമുക്ക് ആക്റ്റീവായി നിന്നിട്ട് യാത്രയോ അല്ലെങ്കിൽ സർവീസുകളോ ഇതൊക്കെ ചെയ്ത് ജീവിക്കുക. ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട്, വാട്സാപ്പിൻ്റെ നോട്ടും കൊണ്ട് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ചെയ്യാതിരിക്കല്ല. പക്ഷെ കുറച്ച് സമയം പണ്ട് കൊടുത്തതിനേക്കാൾ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് അഭിപ്രായം ഇല്ലാതല്ല. പക്ഷെ എന്നാൽ പോലും അവർക്കൊക്കെ അറിയാം, എൻ്റെ മക്കൾക്കായാലും എൻ്റെ ഭാര്യക്കായാലും ഒക്കെ ഞാൻ ചെയ്യുന്നത് നന്മക്ക് വേണ്ടിയുള്ളതാണെന്ന് അറിയാം. ഒരു ദുശ്ശീലം ഒന്നും എനിക്ക് അനാവശ്യം ഞാൻ ചെയ്യാറില്ല എന്നല്ല, അങ്ങനെ ഇല്ല. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഇതിലൊക്കെ ഇടപെടുന്ന സമയത്തും നിങ്ങൾ ഒരുമിച്ച് യാത്ര പോകുന്നുണ്ട്. അതെ. അപ്പം മാഷിനെ സംബന്ധിച്ചിടത്തോളം ജോലിയിലായിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്കുള്ള ഒരുപാട് യാത്രകൾ ഉണ്ടായിട്ടുണ്ട്. ഒറ്റയ്ക്ക് മീൻസ് കുടുംബമില്ലാതെ യാത്രകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കുടുംബവുമായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒറ്റയ്ക്കുള്ള യാത്രയും കുടുംബത്തിൻ്റെ കൂടെയുള്ള യാത്ര എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു? പക്ഷെ ഒറ്റക്കാകുമ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ അധികവും പോയിട്ടുണ്ട്. ഞാൻ സർവീസിലുള്ളപ്പോൾ ഈ സോഷ്യൽ ആക്ടിവിറ്റി സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ AWH എന്ന് പറഞ്ഞ ഏജൻസി ഉണ്ട്. അവർ തന്നെ പല കോൺഫറൻസുകൾക്ക് തന്നെ ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിലേക്കും അയക്കാറുണ്ട്. ഒന്നുകിൽ ചിലപ്പോൾ ഞാൻ ഒറ്റക്ക് പോകും, അല്ലെങ്കിൽ വേറെ 1-2 ആളുണ്ടാവും. അവിടെ പോകുമ്പോഴൊക്കെ 2-3 ദിവസത്തെ പ്രോഗ്രാം ആണെങ്കിൽ ഞങ്ങൾ ഈവനിങ്ങിലോ അല്ലെങ്കിൽ ഒരു ദിവസം അധികം നിന്നിട്ടോ അവിടെ അതിനടുത്തുള്ള സ്ഥലങ്ങളും ഇതൊക്കെ കണ്ടിട്ടാണ് പോരാറ്. അന്നേ തുടങ്ങിയ എൻ്റെ യാത്രകൾ തന്നെ തുടങ്ങിയ ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ പിതാവിൻ്റെ കൂടെ തിരുവനന്തപുരത്താണ് ആദ്യം പോയി. ഇപ്പോൾ അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ ഇതിലായിരുന്നു. അന്നൊരു കോൺഫറൻസിന് 7ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എന്നെ കൂട്ടിയിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക്. അന്ന് തുടങ്ങിയതാണ് സത്യം പറഞ്ഞ യാത്ര. പിന്നെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോകും. അത് യാത്ര ഇഷ്ടമാണ്. പിന്നെ അതിന് ശേഷം ഇപ്പോൾ എൻ്റെ ഒരു മോനുണ്ട് ഷെയർ എന്ന് പറഞ്ഞ യാത്രൻ്റെ ആളാണ്. മുപ്പരാൾ ഓരോ പരിപാടികളൊക്കെ കൊണ്ടുവരും. അപ്പം വൈഫ് പറയും ഞാനും ഉണ്ടെന്ന്. അപ്പം വൈഫ് പോകുമ്പോൾ ഞാൻ പറയും വൈഫ് പോകുമ്പോൾ ഞാനും വേണ്ടേ. അങ്ങനെ തുടങ്ങിയ യാത്ര ഇപ്പോൾ ഞങ്ങൾ എവിടെ പോകുമ്പോഴും ഞാൻ എവിടെ പോകുമ്പോൾ ഇപ്പം എൻ്റെ B.Ed കൂട്ടായ്മയായിക്കോട്ടെ, പ്രീ ഡിഗ്രി കൂട്ടായ്മ, ഏത് കൂട്ടായ്മേൻ്റെ പ്രോഗ്രാം പോലും റംല വൈഫും ഉണ്ടാവും. പണ്ട് കൂട്ടാത്തതിൻ്റെ പരിഭവമൊക്കെ മാറി.
വരുമ്പോ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. മുമ്പ് ഇടക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് ഹൈദരാബാദിലൊക്കെ. ഒഫീഷ്യൽ യാത്രകളാണല്ലോ അല്ലേ? ഒഫീഷ്യൽ യാത്രയിൽ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, അത് അവർക്കും അറിയായിരുന്നു. ഇനിയിപ്പോൾ മക്കളിലേക്കൊക്കെ വരികയാണെങ്കിൽ എല്ലാ ആളുകളും തിരക്കിലാണ്. ഇപ്പം മൂത്ത ആളാണെങ്കിൽ IT മേഖലയിലാണ്, സോഫ്റ്റ്വെയർ മേഖലയിലാണ്. രണ്ടാമത്തെ ആൺകുട്ടി സൈക്കോളജിസ്റ്റാണ്, PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഓർഗനൈസേഷൻസും പരിപാടികളും ഉണ്ട്. ഒരാൾ ഹൈസ്കൂൾ അധ്യാപികയാണ് മകള്. അതുപോലെ തന്നെ മരുമക്കളാണെങ്കിൽ ഒരാൾ M.Tech ഇപ്പോൾ കുസാറ്റിൽ നിന്ന് കഴിഞ്ഞു, വേറൊരാൾ BDS കഴിഞ്ഞ് ഒരു വിഷ്വൽ കണ്ടന്റ് ക്രിയേഷൻ എന്നൊക്കെ പറയുന്ന മേഖലയിലാണ്. സോ മക്കളെല്ലാവരും തിരക്കിലാണ്. അപ്പോൾ മാഷിൻ്റെ അതേ ഫിലോസഫിയിലാണോ എല്ലാ ആളുകളും? ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. നമ്മൾ ഒരു തിരക്ക് വെറുതെ കിടക്കരുത്. ഒരു തിരക്കാണല്ലോ ജീവിതം, തിരക്ക് വേണമല്ലോ. അപ്പോൾ അതിൽ എൻ്റെ മൂത്ത മകനായാലും അവന് IT ഒരു ദുബായ് ബേസ്ഡ് കമ്പനിയുടെ MD ആണ്. അവൻ്റെ കൂടെ തന്നെ ഒരു 10-30ഓളം പേര് ജോലി ചെയ്യുന്നുണ്ട് ഒരു കമ്പനിയുടെ MD ആയിട്ട്. അവന് ഫുൾ ബിസിയാണ്. വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു യാത്ര പറഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ യാത്ര പോകാമെന്ന് പറയാം, ഓക്കെ എന്ന് ഇങ്ങനെ വിടുക എന്നല്ലാതെ. ഇപ്പം മീറ്റിങ്ങിലായിരിക്കും ചിലപ്പോൾ, ഇൻ്റർനാഷണൽ മീറ്റിങ്ങും ഇതൊക്കെ ആയിരിക്കും കസ്റ്റമേഴ്സിൻ്റെ. അപ്പോൾ അവൻ്റേതായ ബിസിയിലാണ്. മോന് വേറെ ഇതുള്ള താങ്കൾ പറഞ്ഞ പോലെ സൈക്കോളജിസ്റ്റാണ്, ഇപ്പോൾ PhD ജാമ്യയിൽ ചെയ്യാണ്. അപ്പോൾ അവൻ്റേതായ തിരക്കിലാണ്. അവനക്ക് ടീം ഇൻക്യുബേഷൻ എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാമൊക്കെ ആയിട്ട് ഫുൾ ബിസിയാണ്, തിരക്കിലാണ്. അപ്പോൾ അവരെ കൂടെ ഫുൾ ടൈം അവന് അതാണ്. ഇപ്പോൾ ഡൽഹിയിൽ വന്നപ്പോൾ, നാട്ടിൽ അവരുടെ പ്രോഗ്രാമുണ്ട്. ഡൽഹിയിൽ PhDക്ക് വന്നപ്പോഴും ഇവിടെയും അതിൻ്റെ ഓഫീസും സ്റ്റുഡിയോ ഒക്കെ തുടങ്ങിയിട്ട് ഇവിടെയും പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതുപോലെ മോളായാലും മോൾക്ക് PSC വഴി കിട്ടിയതാണ്, ഹൈസ്കൂൾ ടീച്ചറാണ്, ബിസിയാണ്. ഓളുടേതായ ലോകത്ത് അവൾക്കും ബിസിയാണ്. അവളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ അവൾക്ക് എല്ലാ മേഖലയിലും ഇവർക്കൊക്കെ മക്കൾക്കൊക്കെ എനിക്കൊരു ഭാരമായിട്ട് മക്കളാരും വന്നിട്ടില്ല. എല്ലാവരും വിദ്യാഭ്യാസം അവരവർ തിരഞ്ഞെടുത്ത് ഏത് വേണമെന്ന് അവർക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു. അവർക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു. ഞാൻ മുമ്പ് എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ ഇവരൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരൊന്നും പിന്നെ ആ ഒരു ലെവലല്ല വന്നത്. ഓരോരുത്തർ ഓരോ ഇതിൽ വന്നു, അങ്ങനെ ആയി. പിന്നെ മരുമക്കൾ വന്നപ്പം പിന്നെ ഒന്ന് മൂത്ത മോൻ്റെ ഭാര്യ പിന്നെ കുസാറ്റിൽ M.Tech കഴിഞ്ഞു. M.Tech കഴിഞ്ഞത് മാത്രമല്ല, അവൾക്കുള്ള പ്രത്യേകത പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളായ ശേഷമാണ് അവൾ പഠിക്കാൻ പോയിട്ട് M.Tech പഠിച്ചിട്ട്. അതിന് മുമ്പാണ് B.Tech കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ നല്ല ഡിസ്റ്റിങ്ഷനിൽ ഫസ്റ്റ് ക്ലാസ് പാസ്സായിട്ട് ഇപ്പോൾ IT കമ്പനിയിൽ ജോലിയിലും കയറി. അത് കഴിഞ്ഞ് മറ്റേ മോൻ്റെ ഭാര്യ ആണെങ്കിൽ അവൾ BDS ആണ്. BDS കഴിഞ്ഞ് ആ മേഖലയിൽ അവൾ പോയിട്ടില്ലെങ്കിൽ പോലും ടീം ഇൻക്യുബേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തിരക്കിലാണ്. അതിൻ്റെ വിഷ്വൽ മീഡിയ അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് തന്നെ അവളാണ്. ഡൽഹിയിലൊക്കെ അവളാണ് ഇവിടെയും അവിടെയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ മകളുടെ പുതിയാപ്പിള ആയാലും ഇപ്പോൾ ദമാമിലാണുള്ളത്. എല്ലാവരും ഒരു ബിസി ഷെഡ്യൂളിൽ തന്നെയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. ഞാനും ഭാര്യയും ഇങ്ങനെ തേരാപ്പാര നടക്കായിരിക്കും ഞങ്ങൾ പോവാണ്. ഇപ്പോൾ കുറച്ചുകൂടെ നിങ്ങളൊരു ഫ്രീഡം പ്രശ്നമല്ല, ഫ്രീഡം ഇല്ലാത്തൊരു വിഷയം. കാരണം ഞാൻ എൻ്റെ തിരക്ക് ഞാൻ ഉണ്ടാക്കുന്നതല്ലേ. എനിക്ക് പിന്നെ ഫ്രീഡം ഇല്ലാത്ത വിഷയം എനിക്കില്ല. വേറൊരാൾക്ക് വേണ്ടിയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഹിന്ദിയാണെന്ന് പറഞ്ഞു. ഹിന്ദിയായിരുന്നു. അപ്പം ഇപ്പം ഹിന്ദി ഭൂമികയിലാണല്ലോ. അപ്പൊ ഹിന്ദി ഭൂമികയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് എന്താണ് ഹിന്ദി കൈകാര്യം ചെയ്യുന്നത്? യാതാനെയ്മാലും തോടാത്തോടാവും. ഹിന്ദിക്കായിരുന്നു എനിക്ക് ഏറ്റവും നല്ല. എനിക്കൊരു നാരായണ ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ ഹൈസ്കൂളിൽ നിന്ന് എനിക്ക് പ്രൈസൊക്കെ പ്രത്യേകം തരാറുണ്ട്. എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അവർക്ക് ഹിന്ദിയിൽ. ഇപ്പോഴും ഇവിടെ ആയാലും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളും ഞാൻ കറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ ഹിന്ദിയാണ് നിർബന്ധം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എനിക്കറിയാവുന്ന തോടാത്തോടെ ഞാനത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും വെലിങ്ങനൊന്നും ആയിട്ടില്ലെങ്കിലും അതൊരു നല്ല ഇതായിട്ട് കൊണ്ടുവരും. ഈ ഞങ്ങളുടെ തലമുറയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പൊതുവെ ഈ ജനറേഷനിലുള്ള ആളുകൾ, പുതിയ ജനറേഷൻ Z അല്ലെങ്കിൽ മില്ലേനിയൽസ് എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകൾക്ക് എല്ലാം പെട്ടെന്ന് വേണമെന്നുള്ളൊരു ഇതുണ്ട്. ഇപ്പം കുറേ ദീർഘമായ വീഡിയോ ഇൻ്റർവ്യൂകളൊന്നും കണ്ടിരിക്കാനുള്ള ക്ഷമ ഉണ്ടാവില്ല. 1 മിനിറ്റുള്ള റീല്, 30 സെക്കൻഡുള്ള റീല്, പിന്നെ വാട്സപ്പ് വോയിസ് ആണെങ്കിൽ സ്പീഡിൽ കേൾക്കണം, 2x കേൾക്കണം. സോ എല്ലാം പെട്ടെന്ന് എന്നുള്ള ഒരു രീതിയിലാണ് പുതിയ ജനറേഷൻ്റെ പോക്ക് ഉള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഴയ സൗഹൃദങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതും ഒരുപക്ഷെ പുതിയ തലമുറയിലെ ആളുകൾക്ക് അധികം പറ്റുന്നുണ്ടാവില്ല. അപ്പം മാഷ് ഇപ്പോഴും പഴയ B.Edൻ്റെ ആളുകളുടെ കൂടെ ഗെറ്റ് ടുഗെദറിന് പോകുന്നു, ട്രിപ്പ് പോകുന്നു. അപ്പോൾ പിന്നെ മാത്രമല്ല ഇത്തരം ആക്ടിവിറ്റികളിലൂടെ ഉണ്ടായ കുറേ സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ ഞാനൊരു ടിപ്സ് മാഷിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു ടിപ്പ് എടുക്കുകയാണ്, കുറേ സൗഹൃദങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെങ്കിലും പൊടിക്കൈയുണ്ടോ, എന്തെങ്കിലും പരിപാടി ഉണ്ടോ? നമ്മൾ ഗിവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് എന്നുള്ള ഒരു ടേം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ അതിൽ വിശ്വസിക്കുന്നതാണ്. അപ്പം നമുക്ക് സൗഹൃദം ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ
നമ്മളിപ്പോൾ താങ്കളോട് തന്നെ ഞാൻ സൗഹൃദം എൻ്റെ മോൻ്റെ ഫ്രണ്ടാണെങ്കിൽ പോലും ഞാൻ വലിയ മസിൽ പിടിച്ച് നടന്ന് നിങ്ങളൊന്നും മൈൻഡ് ചെയ്യാൻ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ സൗഹൃദം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കും പോലെയാണ് ഇങ്ങോട്ട് കിട്ടുക. അതിപ്പം നമുക്ക് ഇപ്പം നമ്മൾ ഈ ചാരിറ്റി ഞാൻ ഈ ബ്ലഡ് ഡൊണേഷൻ മാത്രമല്ലാതെ വേറെ ചാരിറ്റികളും ചെയ്യാറുണ്ട്. കുറച്ചൊക്കെ പാവങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വരുന്ന വീടില്ലാത്തവർ അല്ലെങ്കിൽ ചികിത്സക്ക് ഫണ്ട് വേണ്ടിയവരൊക്കെ എനിക്ക് ആയഞ്ചേരി ന്യൂസ്, എൻ്റെ നാട് ആയഞ്ചേരി, സ്വദേശം നേറ്റീവ് പ്ലേസ്, അവിടെ ആയഞ്ചേരി ന്യൂസ് വാട്സാപ്പ് വടകരൊക്കെ എടുത്ത് ആയഞ്ചേരി ന്യൂസ് വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അത് ഇങ്ങ് കോഴിക്കോടാണെങ്കിൽ പോലും ഞാൻ തന്നെയാണ് അതിൻ്റെ അഡ്മിന്, ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ 100-200-ലധികം മെമ്പർമാരുണ്ട്. അപ്പം അതുപോലും നമ്മൾക്ക് ഉണ്ടാകുന്നത് ആ ഒരു ബന്ധം വെച്ചിട്ട് തന്നെയാണ്. നമ്മൾ അങ്ങോട്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നോ, ഇപ്പം പലർക്കും ഇപ്പം സഹായം ആവശ്യമുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നത് പോലെ നമുക്ക് ഇങ്ങോട്ട് നമ്മൾ സഹായം പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം അതേ അവസരത്തിൽ ദൈവം തമ്പുരാൻ നമുക്ക് വരുന്ന പ്രയാസങ്ങൾ എല്ലാവർക്കും വരും, പക്ഷെ നമുക്ക് വരുന്ന പ്രയാസങ്ങൾ എളുപ്പമാക്കി കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്നതാണ് ഞാനൊപ്പം ചേർത്ത് ചോദിച്ചോട്ടെ. കോഴിക്കോട്ടെ വീട് ആയഞ്ചേരി ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള വീട്, അപ്പം ആ വീടിൻ്റെ ഒരു ഗൃഹനാഥനാണ്. അപ്പം അവിടെ എൻ്റെ അറിവിൽ ഒരുപാട് ആളുകൾ വന്ന് താമസിക്കുന്ന ഒരു വീടാണ്. അപ്പം ഞാനടക്കം ഒരുപാട് ദിവസങ്ങൾ എന്താ പറയുക, നമുക്ക് നേരെ കയറി ചെന്ന് മേലൊരു റൂമിൽ പോയിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു വീടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും സൗഹൃദങ്ങളൊക്കെ ഇഷ്ടം പോലെ വന്ന് താമസിക്കുന്നു. അപ്പോൾ കോഴിക്കോട് അങ്ങനെ നമുക്ക് നമ്മുടെ വീട് എന്ന് പറയാൻ പറ്റുന്ന ഒരു വീടാണ്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ലൈബ്രറിയിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വീടിൻ്റെ ഗൃഹനാഥനാണ്. അപ്പം അങ്ങനെ ഒരു വീട് എങ്ങനെയാണ് ആ രീതിയിൽ ഒരു വീടിനെ വീടാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ദേഷ്യപ്പെടുന്ന പ്രകൃതമുള്ള ആളാണ് എന്ന് പറഞ്ഞു, അതേപോലെ ഞാനെല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞു എന്ന് പറയും. പക്ഷെ എന്നാൽ പോലും അങ്ങനെയൊക്കെ പറയുന്ന ആയിട്ട് പോലും അവിടെ ആൾക്കാർ വരാതിരിക്കുന്നില്ല. ആൾക്കാർ അവിടെ കൂടുന്നു, ഭക്ഷണം കഴിക്കുന്നുണ്ട്, എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നു, എല്ലാവരും അവിടെ വന്ന് കിടന്നുറങ്ങുന്നു. അപ്പം ഒരു വീട്ടിൽ വന്ന് കിടന്നുറങ്ങുക എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും പോസിബിൾ ആവുന്ന കാര്യമല്ല. അപ്പം എങ്ങനെയാണ് അങ്ങനെയുള്ള വീടൊക്കെ സെറ്റപ്പ് ചെയ്യുന്നത് ആസ് എ ഗൃഹനാഥൻ? ഒന്ന് ഞാനും എൻ്റെ വൈഫ് ആയാലും എൻ്റെ മക്കളായാലും ഒരേ ചിന്താഗതിക്കാർ തന്നെയാണ്. പിന്നെ നമുക്കുള്ള സൗഹൃദ വലയങ്ങൾ, ഇപ്പോൾ താങ്കളുടെ ഈ ചോദ്യം, ഇപ്പോൾ ഒരുപാട് ആൾ വരികയും താങ്കളടക്കവിടെ വന്ന് താമസിക്കുകയും എൻ്റെ മകനെ സംബന്ധിച്ച് എനിക്കറിയാം എൻ്റെ മക്കളുടെ കൂട്ടായ്മകൾ, അവരുടെ കൂട്ടുകാർ ആരൊക്കെയാണ്, അവൻ എങ്ങനെയാണ്. ഇപ്പോൾ നമുക്കറിയാം മക്കൾ വഴിതെറ്റി പോകുന്നതിൽ ഭയങ്കര വ്യാകുലതപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ ഞാൻ പറയട്ടെ, എൻ്റെ മക്കൾ വഴിതെറ്റിയിട്ടില്ല. ഞാനതിന് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അവർ ചിലപ്പോൾ നമ്മളെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ മകൻ ഷെയറിൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, അവൻ്റെ ഫ്രണ്ട്സൊക്കെ യഥാർത്ഥത്തിൽ നിങ്ങളടക്കം ഞങ്ങൾക്കും ഫ്രണ്ട്സാണ്. അവനിക്ക് നല്ല കൂട്ടുകാരേ ഉള്ളൂ എന്ന് നമുക്കറിയാം, നമ്മൾ കാണുന്നല്ലേ. അപ്പോൾ അവരെ നമ്മൾ അന്യരായിട്ട് കാണുന്നില്ല, നമ്മളെ മക്കൾ തന്നെയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മളെ മക്കൾക്ക് എപ്പോഴും വരാൻ താമസിക്കാം, ഭക്ഷണം കഴിക്കാം, എല്ലാ ഫ്രീഡം ഇല്ലേ. അതുപോലെ അല്ലാതെ അവിടെ വരുന്ന ഏതൊരാൾക്കും ഒരു ദുശ്ശീലവും നമ്മൾ കണ്ടിട്ടില്ല. പെരുമാറ്റത്തിലായാലും കാഴ്ച ഒന്നിലും അങ്ങനത്തെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ വീട്ടിൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ കാണുന്നവർക്കൊക്കെ കയറി വരാം എപ്പോഴും. ഇപ്പോൾ ഏതോ ഗ്രാമത്തിൽ ഡോറില്ലാത്ത, വാതിലുകളില്ലാത്ത ഒരു ഗ്രാമത്തിൽ കണ്ടിട്ട്, അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ആ ഒരു ഇതിലല്ല, നമുക്കറിയുന്നവർക്കൊക്കെ നമ്മളെ സൗഹൃദങ്ങൾ അങ്ങനെയുള്ളവരെ, എനിക്കായാലും എൻ്റെ മക്കൾക്കായാലും അങ്ങനത്തെ ഒരു സൗഹൃദമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ഫ്രീഡം. എല്ലാവരും കുടുംബക്കാരായാലും ഞങ്ങളും അങ്ങനെയാണ്. ഞാൻ എൻ്റെ ഭാര്യേനെ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ 38ാമത്തെ വർഷമാണ്. ഞാൻ കല്യാണം കഴിച്ചത് മുതൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഓളെ എല്ലാ കുടുംബക്കാരെ വീട്ടിലും, എവിടെ എൻ്റെ ബന്ധക്കാരുടെ വീട്ടിലും പോകും. ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതിൽ എനിക്ക് പണ്ടേ ഇഷ്ടമില്ല. എല്ലാവരുടെയും പോകും ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങോട്ട് വരും. പലപ്പോഴും ഞങ്ങൾക്ക് ഗസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. അതിലൊരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, അത് ഇഷ്ടമാണ്. ഞാൻ മാഷിൻ്റെ നമ്മൾ ഇത്രയും നാളത്തെ ഈ ഒരു ആക്ടിവിറ്റീസിനെ, ഇതിനു മുമ്പുള്ള ഇപ്പോൾ പഠനകാലത്തെക്കുറിച്ചൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതല്ല. പക്ഷെ എന്നാൽ പോലും ഒരു വാക്കിലേക്ക് ചുരുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ പറയുമല്ലോ, ഒരു എന്തൂസിയാസം, സിനർജി എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിരോത്സാഹം, എല്ലാ നമ്മളിങ്ങനെ ഓടി നടന്ന് ചെയ്യുന്ന ഒരു പ്രകൃതം. അപ്പോൾ അങ്ങനെയാണ് എനിക്കതിനൊരു സിംഗിൾ വേർഡിലേക്ക് ചേർക്കാൻ തോന്നുന്നത്. അപ്പം അതിനോട് ചേർന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട്, ഇപ്പം സാധാരണ പറയാലോ, നമ്മൾ അനങ്ങാതെ കിടക്കുന്ന ഒരു പാറയിലെ പായൽ പിടിക്കുള്ളൂ. അവിടെയാണ് നമ്മളൊന്നും ചെയ്യാതിരിക്കുക, എൻഗേജ്ഡ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ചീത്ത ചിന്തകൾ അല്ലെങ്കിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന സംഗതികളൊക്കെ വരെ ഉള്ളൂ. അപ്പോൾ എന്താണ് അവസാനമായിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട്
സ്വാഭാവികമായിട്ട് മാഷക്ക് പറയാനുണ്ടാവുക എപ്പോഴും നമ്മൾ ഈ ഒരു ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളതായിരിക്കും. നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാതെ ഒരു കത്തി ഒരു എന്താ പറയുക ആയുധം ഉപയോഗിക്കാതെ ഒരു മൂലക്ക് വെച്ചാൽ അത് തുരുമ്പ് പിടിച്ചു പോലെ തുരുമ്പ് പിടിച്ചു പോയാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ മരിക്കുമെന്നുള്ള ഉറപ്പല്ലേ. അപ്പം നമ്മളിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് വിശ്രമത്തിന് ആവശ്യം ശരിക്കില്ല. വിശ്രമം എന്ന് പറയുന്നത് നമുക്ക് അസുഖമായി കിടന്നു പോകും, അത് മറ്റൊന്ന്. അതുവരെ നമ്മൾ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വി എസ് അച്യുതാനന്ദൻ ഇപ്പം 100 വയസ്സ് കഴിഞ്ഞില്ലേ. 5 കൊല്ലം മുമ്പ് വരെ 10 കൊല്ലം മുമ്പ് വർഷം വരെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നല്ലേ. 90 കഴിഞ്ഞിട്ടല്ലേ. അങ്ങനത്തെ ഒരുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറയുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഉപദേശം എന്നല്ല. നമ്മൾ വിചാരിച്ചാൽ അതൊക്കെ കഴിയും. ഞാൻ ഇപ്പോൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ ഒതുക്കിക്കൂടെ എന്ന് വിചാരിച്ചാൽ പോയി. നമ്മൾ ആക്റ്റീവായിക്കൊണ്ടേ ഇരിക്കണം, ചലിച്ചുകൊണ്ടേ ഇരിക്കുക. അത് നമ്മളിവിടെ ജനിച്ചിട്ടുണ്ട്. ഇതിന് ജീവിതത്തിന് വേറൊരു ഡെഫിനിഷൻ ഒന്നും ഇല്ലല്ലോ. നമ്മൾ ജനിച്ചിട്ടുണ്ട്, ജീവിക്കുക എന്നുള്ളതല്ല ജീവിതത്തിൻ്റെ ഡെഫിനിഷൻ. വേറൊന്ന് അതുപോലെ ജീവിക്കുക ഇതുപോലെ അല്ല. നമ്മളാണ് നമ്മളെ ജീവിതം രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ അത് ജീവിക്കുക, അത്രയേ ഉള്ളൂ. വേറൊരു മാജിക് ഒന്നും ഇല്ല ഇതിൽ. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും ഈ ഹോപ്പ് ബ്ലഡ് ഡോണേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു കോൺസെപ്റ്റ് അതിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ ഇന്റർവ്യൂവിന് ഇരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് കൂട്ടത്തിൽ പറയാനുള്ളത് ബ്ലഡ് ഡോണർ രക്തദാതാക്കളെ എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല. ഞങ്ങൾക്ക് ജീവരക്ഷ എന്ന് പറഞ്ഞൊരു ക്ലാസ് റൂം ഉണ്ട്. ഡോക്ടർമാരൊക്കെ അടങ്ങിയ താങ്കൾക്ക് തന്നെ അതിൽ അങ്ങായാൽ രക്തദാനമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താങ്കൾ അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം കിട്ടാനുള്ള ഡോക്ടേഴ്സിന്റെ മറുപടി ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ പ്ലേറ്റ്ലെറ്റ് ഡോണേഴ്സിന് പ്രത്യേക ഗ്രൂപ്പ് ഉണ്ട്. ആർക്കെങ്കിലും ഈ ഹോപ്പ് ബ്ലഡ് ഡോണേഴ്സ് ഗ്രൂപ്പിന്റെ ഭാഗമാവണമെങ്കിൽ എന്തെങ്കിലും ആകണമെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലേക്ക് വരാം, കോണ്ടാക്ട് ചെയ്താൽ ഗ്രൂപ്പിലേക്ക് വരാം. അതുപോലെ രക്തദാനമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഉണ്ട്. അപ്പോൾ രക്തദാതാക്കളെ ആദരിക്കുന്ന ജീവരക്ഷ എന്ന് പറഞ്ഞ വലിയൊരു പരിപാടി കഴിഞ്ഞ മാസം ഒക്ടോബർ 15 ഞങ്ങൾ കോഴിക്കോട് നടത്തി. അങ്ങനെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ രക്തദാതാക്കളെ ആരും ആദരിക്കാറില്ല. അവർ ബ്ലഡ് കൊടുക്കാൻ പോകുമ്പം ഒരു ഫ്രൂട്ടി ഒരു ബിസ്ക്കറ്റ് കിട്ടി അവർ കുടിച്ചങ്ങ് പോകും. ആർക്കോ വേണ്ടി അറിയാത്ത ആൾക്കാർക്ക് ഏത് സമയത്തും വിളിച്ചാൽ വരുന്നവരവർ. അപ്പോൾ അവരെ ആദരിക്കണം എന്നുള്ളൊരു അഭിപ്രായത്തിൽ ഞങ്ങൾ അവരെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പങ്കെടുത്ത 300ഓളം ആൾക്കാർ പങ്കെടുത്തു. എല്ലാവരെയും നമ്മൾ അവരുടെ ഫോട്ടോ വെച്ച് അവരെ ആദരിച്ചു. ഫോട്ടോ വെച്ച് ഫലകം കൊടുത്തിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു, അവരോട് അവർ ടൈറ്റ് അങ്ങനത്തെ ഒരു ഭയങ്കര ഫോർമാറ്റുള്ള പരിപാടി ഒന്നല്ലായിരുന്നു. അവർക്ക് പറയാനുള്ളത് കേൾക്കാനും അങ്ങനത്തെ പരിപാടി അതൊക്കെ നമ്മൾ നടത്തിയതാണ്. അതൊന്നും വേറെ ഒരാൾ പറഞ്ഞിട്ടൊന്നുമല്ല. അതൊക്കെയാണുള്ള ആവശ്യം. നമ്മൾ അങ്ങനെയുള്ള രക്തദാന മേഖലയിലെ അവയർനെസ് ക്ലാസ്സുകൾ, ക്യാമ്പുകൾ, കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ണാറക്കണ്ണനും തന്നാലായത് കുറച്ചേ ചെയ്യുന്നുള്ളൂ, ഒരുപാടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ചെയ്യുന്നത് അതിൻ്റെ വൃത്തിയിൽ. ഇന്ന് പോലും 2 രക്തദാന ക്യാമ്പുകൾ കോഴിക്കോട് ഹോപ്പിൻ്റെ ഒരേ സമയം ഇപ്പോൾ കഴിഞ്ഞു. 1 മണി വരെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഹരിയാനയിലായിപ്പോയി. പക്ഷെ നമ്മുടെ ടീം അവിടെ ഉണ്ട്. വളരെ ഭംഗിയായിട്ട് 65ഓളം ആൾക്കാർ ബ്ലഡ് കൊടുത്തു, അവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുത്തു. ഭയങ്കര പരിപാടിയായിരുന്നു. എന്തായാലും സന്തോഷം. അണ്ണാറക്കണ്ണൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും സന്തോഷം.